ഇരിക്കുന്നതായ ദൈവദാസൻ, കുടുംബം, എൻ്റെ ഭാവി മരുമകനാകുന്ന വിനോദിൻ്റെ അമ്മ, സഹോദരങ്ങൾ ബിനിയ, നൈസിൽ, മറ്റെല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ജോയല്, എല്ലാവർക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുമിച്ചുള്ള ഈ ആരാധന എൻ്റെയും ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് വിനോദിൻ്റെ മാതാവിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൊടുത്ത സൗഖ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ പാസ്റ്റർ പരിചയപ്പെടുത്തി. നമുക്ക് സമയം അധികം നമ്മുടെ മുമ്പിലില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷന് വേണ്ടി സമയം എടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ദേശത്ത് ഞാൻ കടന്നു വന്നപ്പോൾ ആദ്യം ഞാൻ കണക്ക് കൂട്ടിയിരുന്നതിനേക്കാളും വ്യത്യസ്തമായ ഒരു അനുഭവം എനിക്ക് തോന്നി. കാനഡയെക്കുറിച്ച് ഞാൻ കരുതുന്നത് വളരെ തണുത്ത് ഉറഞ്ഞു കിടക്കുന്ന, ഐസ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ്. എന്നാൽ ഇവിടെ കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ഡാളസ് പട്ടണത്തിൻ്റെ അതേ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. ഞങ്ങൾ ഈ വിവാഹം കഴിഞ്ഞ ശേഷം എല്ലാവർക്കും കൂടി വരാമെന്നായത് കരുതിയെന്ന്. അപ്പോൾ വെതർ അല്പം കൂടി മോശമായിരിക്കുമല്ലോ എന്ന് കരുതിയാണ് ഞങ്ങൾ നേരത്തെ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ദേശത്തെ ഞാൻ വളരെ സ്നേഹിക്കുന്നു. എൻ്റെ മകള് ഈ ദേശത്തേട്ട് വിവാഹം കഴിച്ച് വരുന്നത് കൊണ്ട് മാത്രമല്ല, ഈ കാൽഗറി എന്ന ആ പേര് കേട്ടപ്പോൾ നമ്മുടെ കർത്താവ് ക്രൂശ് മരണം വഹിച്ച ആ കാൽവറിയുടെ ചെറിയൊരു ആ ഒരു സൗണ്ട് നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കാൽഗറി എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ കർത്താവിൻ്റെ ക്രൂശ് മരണം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. നമ്മളെങ്കിലും മറ്റുള്ളവരെ ഓർത്തില്ലെങ്കിൽ നമ്മളെങ്കിലും അപ്രകാരം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. വായിച്ച് അല്പസമയത്തെ ധ്യാനത്തിന് വേണ്ടി ഒരു ചെറിയ ഭാഗം വായിക്കാം. 91 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യം ഒന്ന് വായിക്കാം. നമുക്ക് പരിചിതമായ വാക്യമാണ്. സമയക്കുറവിന് ഞാൻ തന്നെ പറയാം. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഈ പറ്റിയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. തിരുവനത്തിൽ പറ്റിയിരുന്ന ഞാൻ ക്യാപ്സ്യൂൾ പരുവത്തിൽ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ശ്രമിച്ചെടുക്കുന്നുണ്ട്. 2 വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് യോശുവായും മറ്റൊന്ന് കാലേബും, അല്ലേ? നമുക്ക് സംഖ്യാപുസ്തകം 32 അധ്യായത്തിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ പെട്ടെന്ന് എടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ എടുത്താൽ വായിച്ചാൽ നല്ലതാണ്. കെനിനിയായ കാലേബും യോശുവായും, അല്ലേ? എടുത്തെങ്കിൽ പെട്ടെന്ന് വായിക്കാം. സംഖ്യ 30 മതി. അവിടെ കാണുന്നത് ഇവർ 2 പേരും യഹോവയോട് പറ്റിച്ചേർന്നിരുന്നത് കൊണ്ട് അവരല്ലാതെ അവരുടെ പ്രായത്തിലുള്ള മറ്റാരും കനാൻ ദേശത്ത് എത്തുകയില്ല എന്ന് ദൈവം പറഞ്ഞു. അപ്പം ദൈവത്തോട് പറ്റിയിരിക്കുന്ന അനുഭവമുള്ളത് അത് പെട്ടെന്ന് ഞാനൊന്ന് പറയാം. ഒരു വ്യക്തി ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് എങ്ങനെ അറിയാം? അവരുടെ ആ രീതി, അവരുടെ ആ സ്വഭാവ രീതി, അവർ ഏത് കാര്യത്തെയും നേരിടുന്നത് ആ രീതിക്കനുസരിച്ച് അവരെ വിലയിരുത്താൻ കഴിയും. അതിൽ പ്രധാനമായിട്ടുള്ളത് ദേശം ഒറ്റുനോക്കുവാൻ പോയവരിൽ ഇവർ 2 പേരും മാത്രമേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. മറ്റുള്ളവരെല്ലാം നെഗറ്റീവാണ് പറഞ്ഞത്. ഇന്നിവിടെ ഇരിക്കുന്നവർ ഓർത്തിരിക്കണം, നമ്മുടെ പോസിറ്റീവായിട്ട് നാം പറയാതെ നെഗറ്റീവ് കാര്യങ്ങളാണ് നാം പറയുന്നതെങ്കിൽ ഓർത്തിരുന്നോണം, നാം ആരോടൊപ്പം ഇല്ല, ദൈവം നമ്മളോടൊപ്പം പറ്റിച്ചേർന്നിരിക്കുന്നില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവനാണെങ്കിൽ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും പോസിറ്റീവായിട്ട് പറയുള്ളൂ, നെഗറ്റീവായിട്ട് ഒരു കാര്യം പോലും പറയുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവർ മറ്റുള്ളവരുടെ മനസ്സുകൂടി ഉരുക്കുന്ന രീതിയിൽ മറ്റുള്ളവർ പറഞ്ഞപ്പോൾ ഈ 2 പേര് അവരെ ഒന്നുകൂടി ബലപ്പെടുത്തുന്ന വാക്കുകൾ, ജനത്തെ ബലപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഓർത്തുകൊള്ളണം, നാം കൂട്ടുവിശ്വാസികളോട് നമ്മൾ മറ്റുള്ളവരുടെ ബലം ക്ഷയിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യവും നമ്മുടെ വായിൽ നിന്നുണ്ടാവരുത്. പ്രൈസ് ദി ലോർഡ്.
മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുന്നതോ മറ്റുള്ളവർക്ക് ഭാരം പെടുത്തുന്നതോ ഒരു കാര്യം നമ്മുടെ വായിൽ നിന്ന് വരരുത്. ഉപ്പിനാൽ രുചി വരുത്തുന്നതായ വാക്കുകൾ, അല്ലേ? ലാവണ്യ വാക്കുകൾ. ലാവണ്യം എന്നുള്ളത് ആകുമ്പോൾ ലവണം ചേരുന്നില്ലേ? ലവണം. അപ്പം ലാവണ്യ വാക്കുകൾ എപ്പോഴും നാം പോസിറ്റീവായിട്ടുള്ള പല പോസിറ്റീവ് എനർജി. ഇപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് ആ കോവിഡ് വന്നപ്പം പോസിറ്റീവ് എന്നുള്ള വാക്ക് എല്ലാവർക്കും വളരെ വിഷമമായിട്ട് തോന്നി. ആ സമയത്ത് നമ്മൾ നെഗറ്റീവ് പറഞ്ഞു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യം വന്നാലും പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി നമുക്കുണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ രണ്ട് പേര് അവരുടെ പ്രായത്തിലുള്ള മറ്റെല്ലാവരും പട്ടുപോയപ്പോൾ കനാൻ ദേശത്തേക്ക് വരുവാൻ, അത് കൈവശപ്പെടുത്തുവാൻ ഇവരെ രണ്ടുപേരെയും ദൈവം സഹായിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം, യോശുവയുടെ പറ്റിച്ചേർന്നിരുന്ന യോശുവയ്ക്ക് കിട്ടിയ മറ്റൊരു പ്രത്യേകത, യുദ്ധം അതിശക്തിയോടെ കൊടുമ്പിരി കൊണ്ട സമയത്ത് സൂര്യൻ അസ്തമിക്കരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടി യോശുവ കൽപ്പിച്ചു, സൂര്യനോടും ചന്ദ്രനോടും കൽപ്പിച്ചു അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. അവരവിടെ നിന്ന്, സൂര്യനും ചന്ദ്രനും അവിടെ നിന്നു. അതിന് ശേഷവും ഉണ്ടായിട്ടില്ല, അതിനു മുമ്പും ഉണ്ടാകാത്തൊരു സംഭവം കണ്ടോ. ദൈവത്തിന് മാത്രമേ ഈ സൃഷ്ടികളിന്മേ അധികാരമുള്ളൂ. എന്നാൽ ഈ ദൈവത്തിന് സൃഷ്ടിയായ മനുഷ്യൻ്റെ വാക്കിന് സൂര്യനും ചന്ദ്രനും നിശ്ചലമായി നിന്നത് ഒരു സംഭവം. യഹോവയോട് പറ്റിച്ചേർന്നിരുന്നവൻ അവൻ്റെ വാക്കിന് പെറുതി പോലും അവനെ അനുസരിച്ചു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുകയാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ കയ്യിൽ എല്ലാ അധികാരങ്ങളും ദൈവം തന്നിരിക്കുക, അല്ലേ? അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും കാര്യങ്ങളെല്ലാം നമ്മിൽ തന്നെയാണ്. നാം തന്നെയാണ് സ്വർഗം പണിയുന്നവരും നരകം പണിയുന്നവരും നാം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അനുഗ്രഹത്തിൻ്റെതായ കാര്യങ്ങൾ മാത്രം പറയുവാൻ, നമ്മുടെ നാവിൽ നിന്ന് അത് മാത്രം വരുവാൻ ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് പറ്റിച്ചേർന്നിരിക്കുന്ന ആ അനുഭവം. മറ്റൊരു കാര്യം, രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ രൂത്ത് 1:16 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, ഓർപ്പ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞങ്ങ് പോയപ്പോൾ രൂത്ത് എന്ത് ചെയ്തു? നവോമിയോട് പറ്റിച്ചേർന്ന് നിന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ രൂത്തിന് ദൈവസ്ഥ 10 തലമുറ വരെ ദൈവസ്ഥയോട് കടന്നു വരാൻ കഴിയാത്ത ആ ശപിക്കപ്പെട്ട തലമുറയിൽ നിന്ന് ഈ രൂത്ത് നവോമിയുടെ മരുമകളായി വന്നപ്പോൾ, നവോമി ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ, നവോമിയുടെ ഭർത്താവും മക്കളും നഷ്ടപ്പെട്ടപ്പോൾ ഏകയായി നിന്ന ആ നവോമിക്കൊരു താങ്ങും തണലുമായി നിന്ന രൂത്ത് നവോമിയോട് പറ്റിച്ചേർന്നിരുന്നു കൊണ്ട് നവോമിയുടെ ചാർച്ചക്കാരനായിരിക്കുന്ന ബോവസിൻ്റെ ഭാര്യയായി വരുവാൻ, ബോവസ് ഏറ്റവും ധനികനായ വ്യക്തിയായ ആ ബോവസിൻ്റെ ഭാര്യയായി വരുവാൻ മാത്രമല്ല, കർത്താവിൻ്റെ ജീനിയോളജിയിൽ കടന്നു വരുവാനുള്ള ഭാഗ്യം പോലും ആ രൂത്തിന് കിട്ടി. കാരണം എന്താണെന്നറിയാമോ? അശരണയായ ആ മാതാവിന് ഒരു താങ്ങായി തണലായി നിന്നതുകൊണ്ട്. രൂത്ത് പറയുന്ന ആ വാക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കണേ. ഇവിടെ മരുമക്കളായിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ, അല്ലേ? അവരൊക്കെ ഓർത്തിരിക്കണം. നിങ്ങളുടെ നാവിൽ നിന്ന് അത് വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നവോമിയോട് ചേർന്ന് പറഞ്ഞത്, നിന്നെ വിട്ട് പിരിഞ്ഞു പോകുവാൻ എന്നോട് പറയരുത്. നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. അത്രത്തോളം ഒരു വലിയ ദൃഢമായ ഒരു ബന്ധം നവോമിയുമായിട്ടുണ്ടായി. പ്രൈസ് ദി ലോർഡ്. മരുമക്കൾക്കുണ്ടാകാത്ത, അമ്മായിയമ്മയ്ക്കുണ്ടാകാത്ത ഒരു ഗുണം ഇവിടെ ആ മാതൃകയുള്ള ഒരു മരുമകളും ഒരു അമ്മായിയമ്മയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം വിടട്ടെ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അത് എടുത്തുവെങ്കിൽ പെട്ടെന്ന് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ ആ സുവിശേഷം ആരംഭിക്കുന്നത് മുതലുള്ള ഇങ്ങോട്ടുള്ള ഭാഗങ്ങൾ വായിച്ചാൽ നമുക്കാർക്കും ആ ഭാഗത്തു നിന്ന് കണ്ണ് പറിക്കുവാൻ പോലും തോന്നാത്ത രീതിയിൽ നമ്മുടെ ദൈവവും നാമുമായിട്ടുള്ള അടുത്തൊരു ബന്ധമാണ് അവിടെ കാണിക്കുന്നത്, അല്ലേ? എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റവും പിന്നെ നാം പറ്റിച്ചേർന്നിരിക്കുന്നത് ദൈവത്തോടൊപ്പം പറ്റിച്ചേർന്നിരിക്കാതെ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ കൂടാതെ
നാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്തായിരിക്കും? അതൊക്കെ വിഫലമായിരിക്കും. നാം ഉദ്ദേശിക്കുന്നതിൽ ഫലം കിട്ടാതിരിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ദൈവത്തോട് പറ്റിച്ചേർന്നുകൊണ്ട് ഏതൊരു പ്രവൃത്തിക്ക് ഇറങ്ങിയാലും ആ പ്രവൃത്തിയിൽ വിജയം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ അധ്യായത്തിന് താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴൊക്കെ നാം പറ്റിച്ചേർന്നിരിക്കുന്നവൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയിക്കുന്നു. ഞാനും പിതാവും, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ. സ്നേഹം കൊണ്ടാണ് കുടുംബം പണിയുന്നത്, ഹല്ലേലൂയ. സഭ പണിയുന്നത്, രാജ്യം പണിയുന്നത്, അല്ലേ? സ്നേഹം എവിടെ കുറയുന്നോ അവിടെയൊക്കെ വിള്ളലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്ത് ത്യാഗം, എൻ്റെ കൂട്ടു സഹോദരന് വേണ്ടി ഞാൻ എന്തെല്ലാം ത്യാഗം അനുഭവിക്കേണ്ടി വന്നാലും അത് അനുഭവിക്കുന്ന ഒരു തീരുമാനം എടുത്താൽ അങ്ങനെയുള്ളവരുടെ ജീവിതം, അങ്ങനെയുള്ള സഭയാണ് ഏറ്റവും ശ്രേഷ്ഠകരമായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ ഈ പെന്തക്കോസ്ത് സംഘടനകളെല്ലാം ഒരു സൊസൈറ്റിയായിട്ട് മാറിക്കഴിഞ്ഞു. അവർക്കൊക്കെ സ്ഥാനമാനങ്ങൾ, അതിനുവേണ്ടി എന്തും ചെയ്യുവാൻ, മറ്റുള്ളവരെ ലിഫ്റ്റപ്പ് ചെയ്യാനല്ല, മറ്റുള്ളവരെ താഴ്ത്തിയിട്ടിട്ട് എനിക്ക് ആ സ്ഥാനം എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അധികാരമോഹം നമ്മിൽ ഉണ്ടാകാതിരിക്കട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി നാം ത്യാഗം അനുഭവിക്കുവാൻ, മറ്റുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി, മറ്റുള്ള ഉയർച്ച കാണുമ്പോൾ അസൂയപ്പെടുകയല്ല, അവൻ ആ പദവി ലഭിച്ച് എനിക്ക് സന്തോഷം എന്ന് പറയുന്ന ഒരു മനസ്ഥിതി എനിക്കും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ഒരു കഴിവുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പറ്റിച്ചേർന്നിരുന്നാൽ വിടുതലുണ്ട്. വിടുതലുണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങൾ വിട്ടെങ്കിൽ മാത്രമേ വിടുതൽ ലഭിക്കുകയുള്ളൂ, അല്ലേ? എല്ലാവർക്കും ആവശ്യമുള്ളത് വിടുതലാണ്. പക്ഷെ വിടേണ്ടതൊന്നും കയ്യിൽ നിന്ന് വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. പക്ഷെ ഭാരമൊക്കെ വച്ചുകൊണ്ട് നമ്മൾ കർത്താവിന് ഭാരം താങ്ങാൻ പറ്റിയല്ലെന്നുള്ള ചിന്താഗതിയിലാണ് നമ്മുടെയൊക്കെ പോക്കല്ലേ. പലരും പറഞ്ഞു, ഭയങ്കര ഭാരമാണ്, മനസ്സിന് വലിയ ഭാരം. ഉറുമ്പിന് അരിഭാരം, ആനയ്ക്ക് തടി ഭാരം എന്നാ പറയുന്നത്, അല്ലേ? നമുക്ക് ചുമക്കാൻ കഴിയാവുന്നതിനപ്പുറത്തൊരു ഭാരവും നമ്മുടെ മേൽ അടിച്ചു വെക്കുകയില്ല. നമുക്ക് ചുമക്കാൻ കഴിയുന്ന ഭാരമാണ് നമുക്കുള്ളത്. പക്ഷേ നാം എന്ത് ചെയ്യുന്നു? അത് ഏറ്റവും വലിയ ഭാരമായിട്ട് നമ്മൾ ചിത്രീകരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കൽ എനിക്ക് കാലിൻ്റെ മുട്ടിന് ഒരു പ്രയാസമുണ്ടായി. ഞാൻ ആ ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ എന്നോടൊപ്പം തന്നെ ഇതേ അസുഖം വന്ന മറ്റൊരു വ്യക്തി, ഒരു ചെറുപ്പക്കാരൻ, എനിക്കന്നേരം 35 വയസ്സെങ്ങാണ്ടുണ്ട്, പക്ഷേ മറ്റവൻ കോളേജിൽ പഠിക്കുന്ന ചെറുക്കൻ, അവനോട് പറഞ്ഞു ആ എമർജൻസി റൂമിലോട്ട് നോക്കാൻ പറഞ്ഞു. അവിടെ കിടക്കുന്നത് കയ്യും കാലും എല്ലാം അറ്റുപോയിട്ട് വേദന കൊണ്ട് പൊളയുന്നവരുടെ മുമ്പിൽ ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ വേദന, അതുവരെ സഹിക്കാൻ വയ്യാത്ത വേദനയുമായിട്ട് ചെന്ന എൻ്റെ വേദന എവിടെ പോയെന്ന് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ചിന്തിക്കേണ്ടത്, നമ്മേക്കാൾ വേദന അനുഭവിക്കുന്നവരെ നാം താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒന്നുമില്ല എന്ന് തോന്നുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഭാരം മുറുകെ പറ്റുന്ന സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്, അപ്പം വിടേണ്ടത് വിടണം. ഒരുപാട് പാപം കൊണ്ട് കിട്ടും. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം വിട്ടു, സമുദായം വിട്ടു, നമ്മൾ അന്യ ആരാധന വിട്ടു, ഇതൊക്കെ നമ്മൾ വിട്ട കുറേ ലിസ്റ്റ് അങ്ങോട്ട് തയ്യാറാക്കും. പക്ഷേ നമ്മിൽ കിടക്കുന്ന ഒരുപാട് നാം ലിസ്റ്റിപ്പെടുത്താത്ത പല കാര്യങ്ങളുണ്ട്. എന്താ? കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം. ഇത് വിട്ടേച്ചാണോ നമ്മൾ ഈ വിടുതലിന് വേണ്ടി നോക്കുന്നത്? ഇതെല്ലാം കൂടെ അങ്ങോട്ട് വിട്ട് കളഞ്ഞാണ്ടല്ലോ വിടുതൽ നമ്മുടെ പുറകെ ഇങ്ങ് പെരുകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആദ്യം പിന്നെ വേണ്ടത് എന്താണ്? വേണ്ടതൊന്നുമില്ല, കളയേണ്ടത് കളയുകയില്ല, വേണ്ടതൊന്നും എടുക്കുകയില്ല. സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, പരോപകാരം, ഇന്ദ്രിയ, ഇതെല്ലാം അങ്ങോട്ട് കളയും. അതൊന്നും നമ്മുടെ ലിസ്റ്റിൽപ്പെടുത്തുകയില്ല. എന്നിട്ട് നമ്മൾ മാറ്റേണ്ട പല കാര്യങ്ങളും എന്ത് ചെയ്യും? അതെനിക്ക് ആവശ്യമുള്ളതാണെന്നുള്ള രീതിക്ക് വെക്കും. വിടുതൽ ലഭിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിടേണ്ടത് മുഴുവൻ വിട്ടിട്ട്
പണ്ടൊരു വ്യക്തി പിന്നെ ഈ ഞങ്ങളൊക്കെ ഈ നീന്തൽ നല്ലപോലെ നടത്തുന്നത്, ഞാൻ മലബാർ ജനിച്ചു വളർന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് തടിയും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓടിച്ചെന്ന് ആ തടിയുടെ പുറത്ത് കയറി നിന്ന് കൈകൊണ്ട് തുഴഞ്ഞ് തടി എങ്ങനെയെങ്കിലും ഇപ്പുറത്ത് എത്തിക്കുകയാണ്. ഒരിക്കൽ ഒരു വ്യക്തി ഒരു പാണ്ടക്കെട്ട് വരുന്നതുകൊണ്ട് എടാ അത് പിടിച്ചോ, എന്തോ നല്ല നിധി ആരുടെയോ വലിയ സമ്പാദ്യമാണെന്ന് പറഞ്ഞു പിടിച്ചു. പക്ഷേ അത് കരടിയാന്ന് ഞാൻ കേട്ടുള്ള കഥയാണ്, നിങ്ങളും കേട്ട് കാണും. അതിനെ കയറി അങ്ങ് പിടിച്ചോണ്ടേ ഇത് അതിനേക്കാൾ ശക്തിയോടെ അവനെ പിടിച്ചിരിക്കുക. എടാ നീ അത് വിട്ടേച്ച് വരാൻ പറഞ്ഞു. ഞാൻ വിട്ടിട്ട് ഇതെന്നെ വിടുന്നില്ല. അതാണ് ഇന്ന് പലരുടെയും ജീവിതത്തിൽ. പലരും വിടണമെന്ന് വിചാരിക്കുക, പക്ഷെ ഈ പാപം എന്ത് ചെയ്യുന്നില്ല, ഇവരെ പിടിച്ചു മുറുക്കി വച്ചിരിക്കുക. നീ എന്നെ വിട്ടാലും ഞാൻ എന്നെ വിടുകയില്ലെന്ന് പറഞ്ഞ് പിടിച്ചു വച്ചിരിക്കുകയാണ്. വിടേണ്ടത് മുഴുവൻ വിട്ട് കഴിയുമ്പോൾ വിടുതൽ തനിയെ വരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഞാൻ ചിന്തിക്കാൻ പോകുന്നത് അടുത്തത് നാമത്തെ അറിയാം. പറ്റിച്ചേർന്നിരുന്നാൽ വിടുതൽ, നാമത്തെ അറിഞ്ഞാൽ എന്താണ്? ഉയർച്ച. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാമത്തെ അറിയേണ്ട രീതി നാം അറിഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അറിഞ്ഞെങ്കിൽ നമ്മുടെയൊക്കെ ഇരിപ്പൊക്കെ മാറും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശബരിമല സീസണിലൊക്കെ നിങ്ങളൊക്കെ നാട്ടിൽ നിന്നൊക്കെ വന്നവരൊക്കെ ആയിരിക്കുമല്ലോ. അവരാ പോകുന്ന സമയത്ത് ബസ്സിനകത്തൊക്കെ അത്ര പേരുണ്ടെങ്കിലും അവരുടെ ആ ശരണം വിളി തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എത്ര ബന്ധക്കോസ് അറിയാത്ത പാസ്റ്റർമാർ ബസ്സിനകത്താണ് കയറിയ ഹല്ലേലൂയ സ്തോത്രം എന്നോ പറയോ ഉടക്കൊന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്യുമോ? നമുക്കൊക്കെ മടിയാ. അവർക്ക് അവരുടെ ദൈവത്തെ സ്തുതിക്കുന്നതിന് ഒരു മടിയുമില്ല. എത്രയൊക്കെ തിരക്കാണെങ്കിലും അവരവരുടെ ദൈവത്തെ വിളിച്ച് ആ അട്ടഹസിച്ചാണെങ്കിലും എത്ര ശബ്ദത്തിലാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ ഒരു ആക്സിഡൻറ്റ് കണ്ടപ്പോൾ ഞാൻ അറിയാതെ ദൈവത്തെ സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അടുത്തതിൻ്റെ യാത്രക്കാരനൊന്ന് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, ഭ്രാന്തൊന്നും ഉള്ളവനല്ല എന്ന് വിചാരിച്ച് നമ്മളെ. അപ്പം നമ്മളൊക്കെ വിചാരിക്കുന്നു മറ്റുള്ളവരെന്തോ വിചാരിക്കുന്നു വിചാരിച്ച് നമ്മുടെ വായിന്ന് സ്തുതി സ്തോത്രങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് വരികയില്ല. പോട്ടെ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഭായോഗത്തിന് വരുമെങ്കിലും ഒരു സ്തോത്രം ഹല്ലേലൂയൊക്കെ പറയണം കേട്ടോ. ഹല്ലേലൂയ. ഉറക്കെ അത് പറയുന്നത് ഇച്ചിരി ഉറക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗത്തേക്ക് വരികയാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ അവിടെ മോശയെ കുറിച്ച് കാണുവാൻ കഴിയും. അപ്പുറം കണ്ടോ, മോശ 2 കാര്യം. മോശയെക്കുറിച്ച് ആദ്യം ദൈവത്തോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. നോക്കണം, എന്നെയും നിങ്ങളെ അടുത്തറിയുന്ന വ്യക്തി. ഭാര്യ ഭർത്താവിനെ അടുത്തറിഞ്ഞെന്ന് വരികയില്ല. മക്കൾ മാതാപിതാക്കളെ അടുത്തറിഞ്ഞെന്ന് വരികയില്ല. മാതാപിതാക്കൾ മക്കളെയും വേണ്ടവണ്ണം അടുത്തറിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ നമ്മെ അടുത്തറിയുന്ന ഒരു വ്യക്തിയുണ്ട്, അത് നമ്മുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എൻ്റെ സകല കാര്യങ്ങളും അറിയുന്ന ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും ഞരക്കങ്ങള്, വേദനകള്, ഭാരങ്ങള്, പ്രയാസങ്ങള്, നമ്മുടെ ഇല്ലായ്മകള്, വല്ലായ്മകള് എല്ലാം അറിയുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. എന്നെ ആരും അറിയുന്നില്ലല്ലോ, എൻ്റെ വേദന ആരും അറിയുന്നില്ലല്ലോ, എൻ്റെ ആവശ്യം ആരും അറിയുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുമ്പോൾ ഓർത്തിരിക്കണം, ഇതെല്ലാം അറിയുന്ന ഒരുവനുണ്ട്. അറിയേണ്ടവർ പലരും നമ്മെ മറന്നു കളയുമ്പോൾ നമ്മെ മറക്കാത്ത ഒരുവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മെ അറിയുന്നവനാണ്. മോശയെക്കുറിച്ച് പറഞ്ഞ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. എന്നെയും നിങ്ങളെ അടുത്തറിയുന്ന ഒരു ദൈവമാണ് കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ മോശയുടെ ആഗ്രഹം എന്താണ്? നിന്റെ വഴി എന്നെ പഠിപ്പിക്കണം, അറിയിക്കണമേ. പ്രൈസ് ദി ലോർഡ്. മോശയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ എല്ലാ ഡിഗ്രികളും PhD എത്രല്ല PhD അതൊക്കെ എടുക്കാം. 40 വർഷത്തെ ആ ദീർഘമായ സമയത്ത് സകല വിദ്യകളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും കാര്യങ്ങൾ അറിഞ്ഞവൻ, പഞ്ചഗ്രന്ഥങ്ങൾ രചിച്ചവൻ ഈ മോശ ഇപ്പോൾ പറയുന്ന നിന്റെ വഴി എന്നെ അറിയിക്കണമേ അല്ലേ. ഈ ഉൽപ്പത്തി മുതൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനമൊക്കെ എഴുതിയ മോശ പറഞ്ഞിരിക്കുന്നത്
അതുകൊണ്ട് ഉൽപ്പത്തിയിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ മോശയാണല്ലേ. മോശ പറഞ്ഞ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, ഞാൻ നിന്നെ ഒന്ന് അറിയുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽവേളയിൽ നമുക്ക് ദൈവത്തെ അറിയേണ്ട നിലയിലൊന്ന് അറിയാം. നമ്മുടെ അറിവ് പരിമിതമാകട്ടോ. നാം നമ്മുടെ ദൈവത്തെ അറിയേണ്ട നിലയിൽ അറിഞ്ഞിട്ടില്ല. അവൻ സർവശക്തൻ, സർവജ്ഞാനി, ഹല്ലേലൂയ, സർവസന്നിഹിതൻ. പ്രൈസ് ദി ലോർഡ്. ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയുമായവൻ, ഹല്ലേലൂയ, അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ. ഇത്രയും ശ്രേഷ്ഠനായ ഒരു ദൈവം വേറെ ആരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ ദൈവം ഇത്രയും ശ്രേഷ്ഠൻ എന്ന് പറയുന്നത്. ഈ ദൈവത്തെ അറിയുന്നവൻ എന്ത് ചെയ്യുന്നറിയാമോ? അറിയേണ്ട രീതിയിൽ അറിഞ്ഞാൽ നമ്മുടെ ഇരിപ്പ് മാറും, നമ്മുടെ സ്തുതി മാറും, നമ്മുടെ എല്ലാ രീതിക്കും ഒരു വ്യത്യാസം വരും. അതിലുപരിയായിട്ട് നമുക്ക് നമ്മോട് തന്നെ ഒരു ഇഷ്ടക്കുറവ് തോന്നും. എൻ്റെ കർത്താവ് ഇങ്ങനെയല്ലല്ലോ ജീവിച്ചത്, എൻ്റെ കർത്താവ് ഇങ്ങനെയല്ലല്ലോ സംസാരിച്ചത്, എൻ്റെ കർത്താവിൻ്റെ പെരുമാറ്റം ഇങ്ങനെയല്ലായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ഒരു അതൃപ്തി, ഒരു വെറുപ്പ് തോന്നുവാനിടയായിത്തീരും. ഇന്ന് പകൽവേളയിൽ അവനെ അറിയേണ്ട രീതിയിൽ അറിയുവാൻ കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രയൊക്കെ വചനം വായിച്ചാലും ഇത് മുഴുവനും കാണാപ്പാടമാക്കിയാലും പ്രൈസ് ദി ലോർഡ് ഇവനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞില്ല എങ്കിൽ പ്രൈസ് ദി ലോർഡ് അവിടെ ഒരു വാക്കിതുപോലെ കേൾക്കാം, ഞാൻ നിന്നെ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞില്ല എങ്കിൽ നാം അവിടെ ചെല്ലാൻ ഒരു ഭാഗ്യം ഉണ്ടായാൽ അവൻ നമ്മളോട് പറയുന്നൊരു ഭാര്യമുണ്ട്, ഞാൻ നിന്നെ അറിയുന്നില്ല, നിന്റെ നാമത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു, പക്ഷേ ഞാൻ നിന്നെ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും അടുത്ത കാര്യം, ഈ 20-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും ശ്രേഷ്ഠകരമായൊരു നാമം, ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയുമായവന്റെ ആ നാമം നാം എത്രത്തോളം ഉയർത്തുന്നുവോ അതിനനുസരിച്ച് അവൻ നമ്മെയും ഉയർത്തുക തന്നെ ചെയ്യും. ഈ ദേശത്ത് വരുവാൻ ആഗ്രഹിച്ച, ഈ ദേശം ഞങ്ങൾ അമേരിക്കയിലായിരിക്കുന്നു, അമേരിക്കയിൽ വരുവാനൊക്കെ, അമേരിക്കയിലും കാനഡയിലും ഒക്കെ വരുവാൻ ആഗ്രഹിക്കുന്ന പലർക്കും കഴിയാതിരിക്കുമ്പോൾ നമ്മളൊക്കെ ഇവിടെ എത്തിയത്, ഈ രാജ്യത്തെ നന്മകൾ അനുഭവിക്കുമ്പോൾ ഓർത്തിരിക്കണമേ, ഇതിനൊക്കെ യാതൊരു യോഗ്യതയുമില്ലാത്ത എന്നെ ഈ രാജ്യത്ത് കൊണ്ടുവന്ന് ഈ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിക്കുവാൻ ഭാഗ്യം തന്ന കർത്താവേ, നിന്നെ ഞാൻ അറിയേണ്ട നിലയിൽ അറിഞ്ഞ് നിനക്ക് കൊടുക്കേണ്ട മഹത്വം ഞാൻ തരുന്നില്ല എങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദിനംതോറും അവനെ ഉയർത്തുവാൻ ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം ഈ നാമത്തെ ഉയർത്തുന്നുവോ അത്രത്തോളം ഈ നാമം നമ്മെയും ഉയർത്തുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് ആശാരി ഉപദേശി. താന് അമേരിക്കയിൽ വരുന്ന സമയത്ത് തൻ്റെ ഭാഷയിൽ പറയുകയാണ്, ഞാൻ പ്ലെയിനെ കയറി താഴോട്ട് നോക്കിയപ്പം എൻ്റെ കൂടത്തിൽ ജോലി ചെയ്തവൻ ഇല്ല സഞ്ചിയും തൂക്കി ടക്ക് ടക്കെന്ന് പറയും നടക്കുക. പക്ഷേ ഞാൻ പ്ലെയിനെ കയറി. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ആ എളിമത്തിൽ നിന്ന് പറയുകയാണ്, ഈ ബൈബിളാണ് എന്നെ ഈ രാജ്യത്തെത്തിക്കുവാനിടയാക്കി. താൻ എയർപോർട്ടിൽ ഇറങ്ങി ഉടൻ തന്നെ ബൈബിൾ എടുത്ത് തലേ വെച്ചോണ്ട് ഇങ്ങ് വരികയാണ്. പ്ലീസ്, തനിക്ക് ദൈവത്തെ ദൈവത്തിൻ്റെ വചനം താൻ ഉയർത്തുകയാണ്, തലയിലെടുത്ത് കൊണ്ട് വെച്ച് പറയുകയാണ്, ഈ നാമം എന്നെ ഉയർത്തി ഈ രാജ്യത്ത് വരുവാൻ. പ്ലീസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ നാട്ടിൽ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഹിന്ദു മതത്തിൽ നിന്ന് വന്ന വ്യക്തി. അദ്ദേഹം ഇവിടെ അമേരിക്കയിൽ ന്യൂയോർക്കിൽ വന്ന ഉടനെ എന്നെ ഒന്ന് വിളിച്ചു. കാരണം അദ്ദേഹം പാറ പൊട്ടിച്ച് നടന്നപ്പോൾ ഞാനൊരു ജീപ്പ് വാങ്ങിച്ചപ്പോൾ അതിന് ഞാൻ തന്നെ കൊണ്ടു നടക്കായിരുന്നപ്പോൾ ഒരു ടാക്സി ആക്കാമെന്ന് വിചാരിച്ച് അവനെ വിളിച്ചപ്പോൾ അവനാരും വണ്ടി കൊടുക്കാറില്ല. കാരണം വണ്ടി ഓടിച്ച് പരിചയമില്ലാത്തവനാണ്. ഞാൻ പറഞ്ഞു, ഹിന്ദു മതത്തിൽ നിന്ന് വന്ന ഒരുവനാണല്ലോ, ഇവന് കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് കൊടുത്തു. പിന്നെ ഒരു 2ാമത്തെ മാസമാണെന്ന് തോന്നുന്നു കൊണ്ട് ഈ വണ്ടി ഒരു മലയുടെ വണ്ടിക്കൊന്ന് മറിച്ചിട്ട് എനിക്ക് ഒരുപാട് നഷ്ടം വരുത്തി. എന്നാലും അവൻ പറഞ്ഞു, ബോധം വരുമ്പോൾ എല്ലാം പറയുന്നു, അച്ഛനോട് പറയണേ എന്നെ പിരിച്ചു വിടുന്നത്, പിന്നെ ആരും എനിക്ക് ജോലി തരികയില്ല.
ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വണ്ടി പണിയെടുപ്പിച്ച് കഴിഞ്ഞിട്ട് അവനെ തന്നെ ആ ഡ്രൈവറായിട്ട് വിട്ടു. ഞാൻ പറഞ്ഞത്, അവൻ എന്നോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അവിടെ ന്യൂയോർക്കിൽ നിന്ന് വിളിച്ച് പറയുക, അച്ചായ എനിക്ക് ഈ രാജ്യത്ത് പല പാസ്റ്റർമാരും ഇൻ്റർവ്യൂവിന് എന്നിട്ട് അവർക്ക് പോലും വിസ കിട്ടാതിരിക്കുന്ന സ്ഥാനത്ത് എനിക്ക് വിസ തന്നു. ഹല്ലേലൂയ, ഈ രാജ്യത്തിനെ മാനിച്ചു. അവൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞപ്പോൾ, പ്രെയർ ലൈനിൽ പറഞ്ഞപ്പോൾ അനേക ചർച്ചകളിലേക്ക് അവനെ പ്രോഗ്രാമിൽ വിളിച്ചു. അവൻ പറഞ്ഞു, പല പാസ്റ്റർമാരും അമേരിക്കയിൽ വന്നിട്ട് പ്രോഗ്രാം കിട്ടാതിരിക്കുമ്പോൾ ഞാൻ പ്രെയർ ലൈനിൽ എൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞപ്പോൾ പലരും എന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, ഏത് വ്യക്തിയായിരുന്നാലും ഞാനത് അവനെ കുറിച്ച് പറഞ്ഞ കാര്യം, ഞാൻ ആ വണ്ടി എൻ്റെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുറേ ട്രാക്റ്റ് എവിടുന്നെങ്കിലും എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് വണ്ടി ഓട്ടമില്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്ത് നിൽക്കുന്നവർക്കൊക്കെ ഇവൻ ഈ ട്രാക്റ്റ് കൊടുക്കും. പ്രീസ്തലോട് അന്ന് അവനെ കൊടുത്തിരിക്കുക, ആ ട്രാക്റ്റ് കൊടുത്ത്, അവനോ തികഞ്ഞ മദ്യപാനിയായിരുന്നു, ഏതൊരുവനെ അടിക്കുന്ന വ്യക്തിയായിരുന്നു. ദൈവം അവനെ മാനസാന്തരം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ മറ്റുള്ളവരോട് പോയി സുവിശേഷം പറയുന്നു. അതുകൊണ്ട് ആ നാമത്തെ അവൻ ഉയർത്തിയത് കൊണ്ട് അവനെയും കർത്താവ് ഉയർത്തുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും. പറ്റിച്ചേർന്നിരിക്കുവാൻ കഴിയട്ടെ. പറ്റിച്ചേർന്നിരിക്കണമെങ്കിൽ, ഇത് മറ്റൊരു ഭാഗത്ത് നാം പ്രവചന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, കച്ച ശരീരത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന പോലെ ഇസ്രായേലിനെ ഞാൻ എന്നോട് ചേർത്ത് വച്ചു, പക്ഷേ അവർക്കും അതിന് മനസ്സില്ല എന്ന് വായിക്കുന്നു. ദൈവം നമ്മെ എപ്പോഴും പറ്റിച്ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നുകൊണ്ട് വിടേണ്ടത് മുഴുവൻ വിട്ടുകൊണ്ട് ഈ നാമത്തെ ഉയർത്താവുന്നിടത്തോളം ഉയർത്തിക്കൊണ്ട് ജീവിതത്തിൽ വൻ നേട്ടങ്ങൾ കൊയ്യുവാൻ എന്നെയും നിങ്ങളെയും വീണ്ടും ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.